ഹലോ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. 10th ക്ലാസ്സിലെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ വേഗം ക്വസ്റ്റ്യൻ വായിക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ കിങ് ഓർ ജാക്ക്, എ നോൺ ഐസ്, എ റെഡ് കാർഡ്, നെയ്തർ എ കിങ് നോർ എ ക്യൂൻ. ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാർഡ്സിനെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് നമുക്കറിയാം, എ ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് 52 കാർഡ്സ് ആണ് അല്ലേ. അതിനെ 4ആയിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. അതായത് 13 വരുന്ന 4 പോർഷനായിട്ട് അതിനെ ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ഓരോന്നിലും കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്, പിന്നെ 2 3 4 5 6 7 8 9 10 അത്രയും കാര്യങ്ങൾ ഓരോ ഗ്രൂപ്പിലും ഉണ്ടാവും. അതിൽ രണ്ട് ഗ്രൂപ്പ് ബ്ലാക്കും 2 ഗ്രൂപ്പ് റെഡും ആയിരിക്കും. പിന്നെ അതിന് ഹാർട്സ് എന്നും സ്പെയ്ഡ്സ്, ഡയമണ്ട്സ് ആൻഡ് ക്ലബ്സ് ഇങ്ങനെ 4 പേരുകളുണ്ട്. അതിൽ ഹാർട്സും ഡയമണ്ട്സും റെഡ് ആയിരിക്കും, ക്ലബ്സും സ്പെയ്ഡ്സും ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലാണ് ഈ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിലും കിങ്, ക്യൂൻ, ജാക്ക് ഇത് 3 ഫേസ് കാർഡ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും. കാരണം 4 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്നിലും 3 വെച്ചിട്ട് 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും. അതിൽ 6 ഫേസ് കാർഡ്സ് റെഡ് ആയിരിക്കും, 6 ഫേസ് കാർഡ്സ് ബ്ലാക്ക് ആയിരിക്കും. പിന്നെ എയ്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ലെറ്ററാണ്. അത് ഓരോ ഗ്രൂപ്പിലും ഒരെണ്ണം വീതം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 4 എ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ 4 വീതമാണ്. 2 3 4 5 6 7 8 9 10 ഇതെല്ലാം ഓരോ ഗ്രൂപ്പിലും ഓരോന്നാണ്. അപ്പോൾ 4 ഗ്രൂപ്പിൽ വെച്ചിട്ട് 4 ടോട്ടൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ 13 ഗ്രൂപ്പിലും 13 വരുന്ന ഓരോ ഗ്രൂപ്പിലും 13 നമ്പേഴ്സ് വരുന്ന ഓരോ ഗ്രൂപ്പിലും കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ് 2 3 4 5 6 7 8 9 10 ഇത്ര ഉണ്ടാവും. അതിൽ 2 ഗ്രൂപ്പ് ബ്ലാക്ക് ആണ്, 2 ഗ്രൂപ്പ് റെഡ് ആയിരിക്കും. അതിൽ റെഡ് വരുന്നത് ഹാർട്സും ഡയമണ്ട്സും ആണ്, ബ്ലാക്ക് വരുന്നത് ക്ലബ്സും സ്പെയ്ഡ്സും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്. അതായത് ഒരു വെൽ ഷഫിൾഡ് ആയിട്ടുള്ള പ്ലേയിങ് കാർഡ്സിൻ്റെ ഒരു ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സിൽ നിന്നും നമ്മളൊരു കാർഡ് എടുക്കുകയാണ്. ആ എടുക്കുന്ന കാർഡ് ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ദി കാർഡ് ഡ്രോൺ ഈസ് എ കിങ് ഓർ ജാക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, എ കിങ് ഓർ ജാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അതായത് നമ്മൾ എടുക്കുന്ന കാർഡ് കിങ്ങും ആവാം ജാക്കും ആവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലെത്ര കിങ് ഉണ്ട് എത്ര ജാക്ക് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് 52 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 52 തന്നെയാണ്. കാരണം 52 കാർഡ്സ് ആണ് അതിലുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 52 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ കിങ് ഓർ ജാക്ക് ആണ്. കിങ്ങോ ജാക്കോ വരാനുള്ള പ്രോബബിലിറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് കിങ് എത്ര ഉണ്ടെന്ന് നോക്കാം. നമ്പർ ഓഫ് കിങ് 4 ആണ്, നമ്പർ ഓഫ് ജാക്ക് 4 ആണ്. നേരത്തെ പറഞ്ഞ ഓരോ ഗ്രൂപ്പിലും ഓരോ കിങ് ഉണ്ട്. അപ്പോൾ 4 ഗ്രൂപ്പാണ്. സോ 4 കിങ് ആണുള്ളത്, 4 ജാക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് അത് രണ്ടുമാണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ്. അതായത് 4 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 8 ആണ് നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് അത് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിങ്ങും ജാക്കും ആണ് വേണ്ടത്. അത് ടോട്ടൽ 8 ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് 52 ആണ്. സോ 8 ഡിവൈഡഡ് ബൈ 52 ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. 8 ഡിവൈഡ് ബൈ 52 എന്ന് പറയുമ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. രണ്ടും ഈവൻ നമ്പേഴ്സ് ആണല്ലോ. 4 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. അതായത് 4 2s are 8ഉം 13 × 4 എന്നാണ് 52 വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ നോൺ എയ്സ് ആവാൻ പാടില്ല. അതായത് എ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടല്ലോ, അതുള്ള കാർഡ് ആവാൻ പാടില്ല. അപ്പോൾ എ എന്ന് പറയുന്ന ലെറ്റർ ഉള്ള 4 കാർഡ്സാണ് ടോട്ടലുള്ളത്. ഓരോ ഗ്രൂപ്പിലും ഓരോന്ന്. അപ്പോൾ 4 കാർഡ്സാണുള്ളത്. ഇപ്പോൾ നമ്പർ ഓഫ് എയ്സ് എന്ന് പറയുന്നത് 4 ആണ്. നമ്പർ ഓഫ് നോൺ എയ്സ്, അപ്പോൾ അതല്ലാത്തത് എത്ര എണ്ണം ഉണ്ടാവും?
52-ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 48 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 48 ആണ്. അതായത് എ വരാൻ പാടില്ല, ബാക്കി ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ അത് 48 കാർഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ നോൺ ഐസ് എന്ന് പറയുന്നത് 48 ഡിവൈഡഡ് ബൈ 52. കാരണം 48 ഫേവറബിൾ ഔട്ട്കംസ് ആണ്, 52 ടോട്ടൽ ഔട്ട്കംസ് ആണ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 12 ഡിവൈഡഡ് ബൈ 13 കിട്ടും. അതായത് 4 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പ്രോബിലിറ്റി ഓഫ് എ റെഡ് കാർഡ്. റെഡ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി. അപ്പം നമുക്കറിയാം 2 ഗ്രൂപ്പ് റെഡ് ആണെന്ന് അറിയാമല്ലോ. 2 ഗ്രൂപ്പിലെ എല്ലാ കാർഡ്സും റെഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 13 ആണെങ്കിൽ 2 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 13 + 13 26. അപ്പോൾ റെഡ് കാർഡ്സ് 26 ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് റെഡ് കാർഡ് എന്ന് പറയുന്നത് 26 ഡിവൈഡഡ് ബൈ 52. നമ്പർ ഓഫ് റെഡ് കാർഡ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കംസ്. അതാണ് 26/52 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് നൈദർ എ കിങ് നോർ എ ക്യൂൻ. അതായത് കിങ്ങും ക്യൂനും ആവാൻ പാടില്ല, വേറെ ഏത് കാർഡാണെങ്കിലും വരാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കിങ് എത്രയെന്ന് നോക്കാം. 4 ആണ്. നമ്പർ ഓഫ് ക്യൂൻ 4 ആണ്. അതായത് ഓരോ ഗ്രൂപ്പിലും ഓരോന്നുണ്ടല്ലോ. അപ്പം ടോട്ടൽ 8 കാർഡ്സ് ആണ് കിങ്ങും ക്യൂനും കൂടി വരുന്നത്. അപ്പോൾ 52-ൽ നിന്നും 8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എത്ര കാർഡ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കിങ്ങും ക്യൂനും അല്ലാത്ത എല്ലാ കാർഡ്സ് എടുത്താലും നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ആയിരിക്കും അല്ലേ. അപ്പോൾ അത് 44 ആണുള്ളത്. സോ പ്രോബിലിറ്റി ഓഫ് നെയ്തർ എ കിങ് നോർ എ ക്യൂൻ ഈസ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 52. അതായത് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11 ഡിവൈഡഡ് ബൈ 13 കിട്ടും. അവിടെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നല്ല സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. കാർഡ്സിൻ്റെ ആ ഒരു ഡിവിഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കണക്കുകൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ശരിക്കും പഠിക്കുക, എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനത്തെ കണക്കുകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്